നമുക്കിന്ന് പി വി ജസ്റ്റിലെ ഷെയ്ഡിങ് അനാലിസിസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിമുലേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യണം. അപ്പോൾ സിമുലേഷൻ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട്സ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സിമുലേഷൻ ഓക്കെ ആണ്, അതുകൊണ്ടാണ് റിപ്പോർട്ട് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന 500 വാട്ട് സ്പീക്കിൻ്റെ പാനൽ വെച്ച് 5 കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന് 9 കിലോ വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ അതിൻ്റെ ഷെയ്ഡിങ് അനാലിസിസ് എന്നുള്ള ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ നിയർ ഷെയ്ഡിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൺസ്ട്രക്ഷൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. ഒരു 3D പോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ ഇങ്ങനെ 2D ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് നമുക്ക് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിലെന്താ ബേസിക്കലി ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പാനൽ, ഈ പറഞ്ഞ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെക്കാൻ പോവുക. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമായിട്ട് മരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടാങ്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയുവാണെങ്കിൽ, അതായത് അതിൻ്റെ എത്ര ഡിസ്റ്റൻസ് ആണ്, എത്ര ഹൈറ്റിലാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ഇതിൽ ഷാഡോ വീഴുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷാഡോ വീഴാനുള്ള സാധ്യത, അത് എത്ര നേരം ഉണ്ടാവും, എത്ര നേരം അത് പ്രൊഡക്ഷനെ ബാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം ബിൽഡിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബിൽഡിംഗ് കമ്പോസ്റ്റ് ഒബ്ജക്റ്റ് എന്നുണ്ട്. അപ്പോൾ ന്യൂ വിൻഡോ ഇവിടെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ന്യൂ വിൻഡോയിൽ ഇങ്ങനെ ആഡ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ആഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ക്യൂബോർഡൽ ഷേപ്പിലുള്ളൊരു സംഭവം വരും. അപ്പോൾ ക്യൂബോർഡൽ ഷേപ്പിലുള്ള ഞാൻ സപ്പോസ് അതിനെ MTTC ബിൽഡിംഗ് അതിൻ്റെ പേര് കൊടുക്കുന്നു. MTTC ബിൽഡിംഗ് അതിൻ്റെ പേര് കൊടുക്കുന്നു. അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഹൈറ്റ്, അതിൻ്റെ വിഡ്ത്ത് ഒരു 10 മീറ്റർ ആണെന്ന് വെച്ചോ. അതിൻ്റെ ലെങ്ത്ത് ഒരു 30-35 മീറ്ററുള്ള ലെങ്ത്തുള്ള ബിൽഡിംഗ് ആണെന്ന് കരുതുക. അതിൻ്റെ ഹൈറ്റ് ഒരു 3.5 മീറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഞാൻ സർക്കാർ അതിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കിടക്കുന്ന കാരണമാണ് അതിങ്ങനെ റെഡ് കളർ വരുന്നത്. ഞാൻ അതിൻ്റെ 2D വ്യൂ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്കത് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്ത് കിടക്കണേന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമുക്കിതിൽ വേറെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. റൂഫൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. ആഡ് ഒബ്ജക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ആഡ് ഒബ്ജക്റ്റിൽ വീണ്ടും ഇവിടെ ഷെയ്ഡ് ടൈപ്പ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് എടുത്തിട്ട് റൂഫാക്കി മാറ്റാൻ വേണ്ടി 4 സൈഡ് റൂഫ് ആക്കാം. അപ്പോൾ ഇതേപോലെ ഇരിക്കും 4 സൈഡ് റൂഫ്. ഞാൻ ജസ്റ്റ് വെറുതെ 4 സൈഡ് റൂഫ്, അല്ലെങ്കിൽ നമുക്ക് ഒരു 2 സൈഡ് റൂഫോ എങ്ങനെയാണ് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ മാറുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം. ആംഗിൾസ് ഒക്കെ എത്ര കൃത്യമായിട്ട്, അതായത് നമുക്ക് ഇതൊരു സിവിൽ സ്ട്രക്ചറിൻ്റെ ഒരു നോളജ് ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ സിവിൽ സ്ട്രക്ചറിൻ്റെ നോളജ് നമുക്ക് ഇപ്പോൾ ചെയ്തൊരു ഇലക്ട്രിക്കൽ ഒരാളാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഫുൾ അറിവുണ്ടാവണമെന്നില്ല. അതപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സിനോടോ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് ഇടുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിൽ വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 15 മീറ്റർ ഇട്ടേക്കാം. കാരണം നമ്മുടെ ബിൽഡിംഗ് തന്നെ ഒരു 10 മീറ്റർ വീതിയുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 15 ഒരു 12 മീറ്റർ ഇട്ടേക്കാം. ജസ്റ്റ് ഒരു ഫുൾ ബിൽഡിംഗ് കവർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു സെൻസിൽ ഇട്ടേക്കുന്നു. അതിൻ്റെ ലെങ്ത്ത് ആണെങ്കിൽ ഒരു ലെങ്ത്ത് നമ്മൾ 30-35 മീറ്ററിലിട്ടെ. 35 മീറ്റർ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ആ ഫുള്ള് ബിൽഡിംഗ് അത് കവറായി. പിന്നെ അതിൻ്റെ റൂഫിന് ടിൽറ്റ് ആംഗിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതങ്ങനെ കിട്ടും. ഇനി നമുക്കപ്പോൾ ഇവിടെ റൂഫ് ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂഫ് കറക്റ്റായിട്ട് അതിനെ ഓറിയൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ മോഡിഫൈ അതിലിങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ആക്സിസിനാണ് അതിലേക്ക് മൂവ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മൾക്ക് ആണെങ്കിൽ ഓറിയൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കൂടുതൽ നോക്കിയാൽ ഏകദേശം എല്ലാം കവറായിട്ടില്ല. ഇവിടെ കുറച്ച് ഫ്രണ്ട് കവർ ആവാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേറെ വ്യൂവിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ കിടക്കണ്ടോ. ഇതിലിപ്പോൾ വ്യൂവിൽ എന്തോരം മാറേണ്ടതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതനുസരിച്ചൊന്ന് മാറ്റിയാൽ മതി. ഉണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് കവർ ചെയ്ത് ഫുള്ള് റൂഫ് കവർ ചെയ്തു. അപ്പോൾ എൻ്റെ ഞാൻ തിരിച്ച് 3D വ്യൂ നോക്കിയാൽ ഏകദേശം അത് കറക്റ്റ്. പിന്നെ അതിനെ ഒന്ന് പൊക്കി കൊടുക്കാനുണ്ടേ, അതും കൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ 2D വ്യൂവിൽ ഇത് ഓക്കെയാണ്. 3D വ്യൂവിൽ അത്
ഓക്കെയാണ്. വേണമെങ്കിൽ അതിൻ്റെ വേറെ ക്വസ്റ്റ്യൻസ് വെച്ചൊന്ന് കൺഫേം ചെയ്ത് വെക്കാം. ഏത് വ്യൂവിൽ വേണമെങ്കിലും ഇങ്ങനെ ആ കണ്ണ് പോലത്തെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ വ്യൂ കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. ഏതാണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിതൊരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി കേട്ടോ ജസ്റ്റ് റഫ്ലി ഇതെല്ലാം കാണിക്കുന്നത്. നമ്മൾ ഒരു പ്രോജക്റ്റ് വൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് തന്നെ നമ്മളത് അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൊടുത്ത് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ബിൽഡിംഗ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ഒബ്ജക്റ്റിൽ തന്നെ ബിൽഡിംഗ് ആഡ് ഒബ്ജക്റ്റ്സിൽ തന്നെ നമുക്ക് വേറെ പല ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ടൊരു സിലിണ്ടറിക്കൽ സംഭവം ഉണ്ടെന്ന് വെച്ചു, അതായത് ഒരു ടാങ്കോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് വെച്ചു. നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സപ്പോസ് സിലിണ്ടറിക്കൽ ഒരു സംഭവം ഇതിലുണ്ടായി, നമുക്ക് 180 അല്ല 360 ഡിഗ്രിയുടെ സിലിണ്ടറാണ്, അതായത് അപ്പോൾ ഉള്ളൊരു വട്ടത്തിൽ വരണം. അപ്പോൾ അത് കൊടുത്തപ്പോഴത്തേക്ക് ഒരു വട്ടത്തിൽ വന്നു. ഇനി അതിൻ്റെ ഒരു സർക്കുലർ ഷേപ്പ് കൃത്യമാകാൻ വേണ്ടി ഒരു 20 സെഗ്മെന്റ് എന്നൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ സംഭവം നല്ലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊരു സാധനം വന്നു. അപ്പോൾ ഞാൻ അതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് കിടക്കും. ഞാൻ അതിനൊന്ന് മൂവ് ചെയ്തിടുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഇതിൻ്റെയൊക്കെ അടുത്ത് ഇത് കൃത്യം മീറ്ററൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ. അതിനകത്ത് ആ മൂവ് ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് അതിൻ്റെ ലെങ്ത് ഒക്കെ കാണാം കേട്ടോ. 10 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ലെങ്ത് 10 മീറ്റർ അപ്പുറത്താണെന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സിലിണ്ടർ ഹൈറ്റ് ഞാൻ റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് ഞാനിപ്പോൾ നമ്മളൊരു ബിൽഡിങ് ഒരു 6 മീറ്റർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഒരു 3.5 മീറ്റർ അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ടാങ്ക് പോലത്തെ സാധനം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു 10 മീറ്റർ അപ്പുറത്തായിട്ട് കിടക്കുന്നുണ്ട് എന്ന് കരുതുക. ഇനി നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം. അതുകൊണ്ട് ഇതിലിങ്ങനെ വിൻഡ് ടർബൈൻ എന്നൊക്കെ പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഇടുന്നില്ല, ജസ്റ്റ് ആ ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിലുള്ളത്. ട്രയാങ്കുലർ ആയിട്ടുള്ള സാധനങ്ങൾ, ഹെക്സഗണൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ട്രീ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മരം കിടക്കട്ടെ, അല്ല ഒരു മരം വെറുതെ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ടല്ല. മരത്തിന്റെ ഇപ്പൊ ട്രീ ഒക്കെ നമ്മൾ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ആയിട്ട് ഇടുക. ആവശ്യത്തിനല്ല, നമ്മുടെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള പോലെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ചെയ്യണേ, അങ്ങനെ ചെയ്തു വെച്ചു. ഇനി നമ്മൾ ഇതിന്റെ 2D വ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കാം. 2D വ്യൂ പല ഓറിയന്റേഷനിലൊക്കെ എടുത്ത് നോക്കാം. അത് കണ്ടോ, അങ്ങനെയൊക്കെ എടുത്ത് നോക്കാൻ പറ്റും. ഇതാണ് 3D വ്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം റെഡി ആയി. സീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ 3D നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ റെഡിൽ ഇങ്ങനെ നിൽക്കും. നമുക്ക് എപ്പോഴെങ്കിൽ അടിക്കും. ഇതാണ് എൻ്റെ ഒരു. ഇനി ഇതിൽ നമുക്ക് ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സോളാർ പാനൽ ഇതിൻ്റെ അകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോളാർ പാനൽ നമുക്ക് ഇതിലിപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസിൽ അത് കാണിച്ചില്ല എന്നുള്ളൂ. നമ്മൾ 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റിൽ ഒരു സ്ട്രിങ് 10 പാനൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് 10 റെക്റ്റാങ്കിളായിട്ട് ഇതിൽ കാണിക്കുന്നു. അപ്പോൾ സോറി, ഇതല്ല, ഇത് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ഒന്നേ ഉള്ളൂ. ഇവിടെ 8 പാനൽസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആംഗിളൊക്കെ ഓട്ടോമാറ്റിക്കലി പ്ലെയിൻ ടിൽറ്റ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓറിയന്റേഷൻ എങ്ങനെയെങ്കിലൊക്കെ മാറ്റാൻ വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് അങ്ങനെയൊക്കെ ആക്കി മാറ്റാനൊക്കെ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ലാൻഡ്സ്കേപ്പ് തന്നെ ഇട്ട് ഓക്കെ. അതിന്റെ ഹൈറ്റും അതിന്റെ സ്പേസിംഗ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. മോഡ്യൂളിലെ ഹൈറ്റ് ഇത് ജനറൽ ആയിട്ടുള്ള ഹൈറ്റ് ആണ്. നമുക്ക് ഒറിജിനലി കാറ്റലോഗ് വെച്ചൊക്കെ ഇങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ബേസിക് പാരാമീറ്റേഴ്സ് ആണ്, അതിന്റെ പേരൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ഇത് ഏരിയ ഓഫ് കവറേജ് ഒക്കെ ഇതിൻ്റെ അത് കിടക്കുന്നുണ്ട്. ക്ലോസ് ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാനൽ ഇതിൽ വന്നേക്കുന്നതാണ്. വേണമെങ്കിൽ ഇതിനെ ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു
അറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് തന്നെ ആക്കണം, ലാൻഡ്സ്കേപ്പിൽ തന്നെ നടക്കട്ടെ. ഇത് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യാം. ആക്ച്വലി നമുക്ക് സൗത്തിലേക്കായിരുന്നു വേണ്ടിയിരുന്നത്. സൗത്തിലേക്ക് പക്ഷെ നമ്മുടെ ഈ റൂഫ് ഇങ്ങനെ കിടക്കണതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഒന്ന് മൂവ് ചെയ്ത് ഏതെങ്കിലും റൂഫിലേക്ക് പ്ലേസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുന്നതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇതിനെ കുറച്ചൊന്ന് മൂവ് ചെയ്ത് അങ്ങനെ വെച്ചു. വേണമെങ്കിൽ ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഓക്കെ, ഇവിടെ ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെറുതെ സീൻ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ചില ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. The orientation of collector plane for shadings doesn't match the one defined in the orientation. അപ്പോൾ ഓറിയൻറ്റേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മാറ്റണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒന്നുകൂടി ഇതെടുക്കുന്നു. ഇതിൽ ടൂൾസ് തന്നെ ഇതിൽ ഷെയ്ഡിങ് ആനിമേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഷെയ്ഡിങ് ആനിമേഷൻ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഡിസംബർ 21, 2024 എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത്. നോക്കുകയാണെങ്കിൽ അത് മാറ്റാം, ഏത് മാസത്തേക്ക് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, എന്നിട്ട് ഞാനിതിൽ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ സൂര്യൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഷെയ്ഡ് വീണൊക്കെ കാണാം. അപ്പോൾ ഇത് ആക്ച്വലി ഇത് വച്ചേക്കുന്ന പൊസിഷൻ അനുസരിച്ച് ഫുൾ ടൈം ഷെയ്ഡ് എന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഞാൻ ആ പൊസിഷൻസ് ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് വേറെ രീതിയിൽ തന്നെ കാണാം. ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി എടുത്തുള്ളൂ. ഇനി പൊസിഷൻസ് ഒന്ന് മാറ്റാം നമുക്ക്. സപ്പോസ് ഞാനത് ഇതിൻ്റെ ഒരു 3D വ്യൂ എടുക്കട്ടെ കേട്ടോ. എങ്ങനെ ഇരിക്കണോ കണ്ടോ, ഇതിപ്പോൾ തറയിലിരിക്കണമായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്താണ് സംഭവിക്കണതെന്ന് നമുക്ക് കാണാം. അതിൻ്റെ 2D വ്യൂ, അതിൻ്റെ ഒരു വ്യൂസ് പെർസ്പെക്റ്റീവ്, സീൻ ക്ലോസ് ചെയ്യുന്നു. ടൂൾസ് ഷെയ്ഡിങ് ആനിമേഷൻ ഒന്നുകൂടി ഞാൻ ചെയ്ത് നോക്കാം. ആ ഒരു കർവൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ വന്നാണ്. അതായത് ഇതിലാ ബിൽഡിങ്ങിൻ്റെ ഷാഡോ വീഴുന്ന കാണാം. ഇത് കറക്റ്റായിട്ട് സൂം ഔട്ട് ചെയ്തൊന്നും കൂടി കാണിക്കാം. ഞാൻ സപ്പോസ് അതിൻ്റെ പൊസിഷൻ ഒന്നും കൂടി മാറ്റി കാണിക്കാം. കാരണം ഷെയ്ഡിങ് അനാലിസിസ് പ്രോപ്പറായിട്ട് വരുന്നില്ല. ഒന്നുകൂടി ഞാൻ ഷെയ്ഡിങ് അനാലിസിസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ വേറെ ഷെയ്ഡിങ് ലോസ് ഒന്നും കാണുന്നില്ല. അതായത് ഷാഡോ ഒന്നും വീഴുന്നത് കാണുന്നില്ല. ഞാൻ ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വെച്ച് നോക്കാം. ബിൽഡിങ്ങിൻ്റെ ക്ലോസ് ആയിട്ട് വെറുതെ കൊണ്ട് വയ്ക്കുക. എന്നിട്ടൊന്ന് നോക്കാം. ഉണ്ടോ, ഇതിപ്പോൾ ഫുള്ള് ഷാഡോ ആയിട്ട് ഉണ്ടോ, ഷാഡോ ഇങ്ങനെ പോകുന്ന ആ ടൈം ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് ആഡ് ഓൺ ചെയ്തിട്ട് അതിൽ എപ്പോഴൊക്കെ ഷാഡോ വീഴണം, എപ്പോഴൊക്കെ വീഴാത്ത എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരും. അതാണ് ഈ ഷാഡോ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ റഫ്ലി ജസ്റ്റ് ഇതിൻ്റെ ഒരു ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ പല പൊസിഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കാൻ കണ്ടോ. ഇതിങ്ങനെയാണ് ഇപ്പോൾ തറയിലിരിക്കുക, അത് റൂഫിലിരിക്കുമ്പോൾ അതനുസരിച്ച് വേറെ രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സേവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഇട്ടിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഒരു വീഡിയോ ഫയലായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. വെറുതെ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. .avi ഉണ്ടല്ലേ.
ഇതിൻ്റെ ഷെയ്ഡിങ് അനാലിസിസ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സൈറ്റ് കിട്ടുവാണെങ്കിൽ അവിടുത്തെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഷെയ്ഡിങ് വീഴോ വരില്ലേ എന്നൊക്കെ ഉള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോയിൽ നമുക്ക് കാണാം.